പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക്. സാർ, എന്താണ് ബംഗ്ലാദേശിൽ വോട്ട് ബാങ്ക് ഇല്ലാത്തത് കൊണ്ടാണോ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമല്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസ് എവിടെ? ഇന്ത്യ മുന്നണി എവിടെ? സാർ, ഏതൊക്കെയാലും പ്രദീപിന്റെ ഇൻട്രോ പിന്നെ വളരെ ഗംഭീരമായിരിക്കുന്നു. മൗനം മഹാമൗനം എന്നൊക്കെ അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ കഴിഞ്ഞ 1-2 മാസമായി അങ്ങ് ഒന്ന് ശ്രദ്ധിക്കാത്തതാണോ അതോ അങ്ങ് സൗകര്യപൂർവ്വം അത് മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഗവൺമെന്റ് എത്ര ശക്തമായി ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതിനൊപ്പം തന്നെ ഉള്ള പ്രതിഷേധം അതിശക്തമായിട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, അല്ലെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം നേതാക്കളായിട്ടുള്ള പവൻ ഖേര ആയിക്കോട്ടെ, ജയറാം രമേശ് ആയിക്കോട്ടെ, സൽമാൻ ഖുർഷിദ് ആയിക്കോട്ടെ. ഏറ്റവും അവസാനം 3 ദിവസം മുമ്പാണ് പവൻ ഖേര അതിശക്തമായ ഭാഷയിൽ ഈ നമ്മുടെ ഈയിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ചിന്മയി കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ അതിശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയത്. തൊട്ടടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്തു, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കോൺഗ്രസിന്റെ ആ പരാമർശങ്ങൾ കടമെടുത്തുകൊണ്ട് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എക്സ് സോഷ്യൽ മീഡിയ ഹാൻഡിലും വന്നിരിക്കുന്നത്. എ സീരിയസ് കൺസേൺ, ഡീപ്ലി സീരിയസ് കൺസേൺ. അതാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ അങ്ങേക്കറിയാം, ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബംഗ്ലാദേശില് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യത്തെ തുടർന്നാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. അതിന് ആധാരമായത് ഓഗസ്റ്റ് 5-ാം തീയതി പാർലമെന്റിൽ വെച്ച ശ്രീ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വിദേശകാര്യ മന്ത്രി നേരിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ട്, ജയശങ്കറെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ഉന്നയിക്കുകയും അവർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചയാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ജയശങ്കറുമായി നടത്തിയ ചർച്ച. തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി തന്നെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. അതിനകത്ത് അമിത്ഷായ്, ജയശങ്കർ, അതുപോലെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന മന്ത്രിമാർ പങ്കെടുത്തു. ആ സർവകക്ഷി യോഗത്തില് കോൺഗ്രസ് സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ നടത്തുന്ന എല്ലാ ഇടപെടലുകൾക്കും ശക്തമായ പിന്തുണ കോൺഗ്രസ് നൽകുകയുണ്ടായി, മറ്റു പ്രതിപക്ഷ പാർട്ടികൾ നൽകുകയുണ്ടായി. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജയശങ്കർ എക്സില് കുറിച്ച സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും സമൂഹ മാധ്യമത്തിലുള്ള അങ്ങേക്ക് അത് റെഫർ ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്നത് യുനാനിമസ് സപ്പോർട്ട് ബൈ ദ ഓപ്പോസിഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. യുനാനിമസ്, ഏകകണ്ഠമായി പ്രതിപക്ഷം നൽകിയ ആ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ആ യോഗത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി വളരെ ഗൗരവമായി ചില വിഷയങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടിയുണ്ടായി. ഈ ബംഗ്ലാദേശിലെ ഉള്ള വിഷയത്തില് അവിടെ പാകിസ്ഥാന്റെ ഇടപെടലുണ്ടോ, ഇടപെടൽ ഉണ്ടെങ്കിൽ അതിനെ അതിശക്തമായി വിമർശിക്കണം, അതിശക്തമായി എതിർക്കണം. കേന്ദ്ര ഗവൺമെന്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സംശയം വേണ്ട. പിന്നെ മൗനമോ മഹാമൗനമോ എത്ര ക്യാപ്ഷൻസ് നിങ്ങൾ ഉപയോഗിച്ചാലും ശരി, വളരെ കൃത്യമായി തന്നെ അങ്ങേക്ക് റെഫർ ചെയ്യാം. വളരെ കൃത്യമായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നിലപാട്, എക്കണോമിക് ടൈംസ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നോക്കുകയായിരുന്നു, എക്കണോമിക് ടൈംസ് പോലെയുള്ള വലിയ ദിനപത്രങ്ങൾ ഒക്കെ കോൺഗ്രസിന്റെ നിലപാടിനെ ശക്തമായി, കാരണം അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. കാരണം പക്ഷെ ഞങ്ങൾക്കറിയാം അത് ഒരു വിദേശ റോണി കെ ബേബി, ഒറ്റ കാര്യം, ഹിന്ദു എന്ന് പറയാൻ, ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എന്താണ് ഇത്ര മടി?